നിങ്ങള് ഫലം കായ്ക്കണം, അത് അത്യാവശ്യമാണ്. സുവിശേഷം കേട്ടവര് വരങ്ങളാൽ നിറയണമെന്നല്ല, ഫലം. ഇന്ന് നമ്മുടെ ആത്മീയ ലോകത്ത് വരം ഒത്തിരി ഉണ്ട്, പക്ഷെ ഫലമില്ല. എല്ലാവരും നോട്ടീസിലെല്ലാം കാണുന്ന കൃപാവരപ്രാപ്തന്മാര്, അങ്ങനെ സുപ്രസിദ്ധ കൃപാവരപ്രാപ്തന്മാര്. പിന്നെ ഒത്തിരി വിശേഷതകളുണ്ട്. ലോക പ്രശസ്ത പ്രവാചകൻ, ഈ കാലഘട്ടത്തിന്റെ അങ്ങനെയൊക്കെ ഇല്ലേ, ഉണ്ട്. പിന്നെ എന്തുവാ ഉള്ളത്? എന്തുവാ? ഫോറൻസിക്, അതെന്തുവാ? പുതിയ ഐറ്റമാണ് ഞാൻ ഇപ്പൊ കേൾക്കുന്നു. വണ്ടി നമ്പർ പറയുന്നവന്, അലമാരിക്കകത്ത് ആധാരം ഇരിക്കുന്നത് കണ്ടുപിടിക്കുന്നവന്. എടാ അന്ന് ആ ബോംബ് ഉണ്ടാക്കുന്ന എവിടാന്നത് കണ്ടുപിടിയടാ. ഭയങ്കര കണ്ടുപിടുത്തക്കാരന്. ഇസ്രായേലും അവരും എല്ലാം കിടന്ന് യുദ്ധമല്ലേ, ഇത് എവിടാ ഒപ്പിക്കുന്നത്, നീ ഒന്ന് കണ്ടുപിടിക്കും പ്രാർത്ഥിച്ച്. വലിയ കണ്ടുപിടുത്തക്കാരനല്ലേ. ഇന്ത്യയെ തകർക്കാൻ ആരൊക്കെയാ പദ്ധതി ഇടുന്നത്, ഏതവൻ എവിടെ ഇരുന്നാന്നൊന്ന് കണ്ടുപിടിക്കണോ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവരോട് അറിയിക്കാമല്ലോ, ഇന്നെ അവനാന്ന്. ഇല്ലേ, രാജ്യത്തിനെങ്കിലും ഗുണം വരട്ടെ. നീ ഉമ്മ അവിടെ അലമാരിക്കകത്തിരിക്കുന്ന ആധാരവും ലോക്കറിൽ ഇരിക്കുന്ന ലോക്കറ്റും ഒക്കെ കണ്ടുപിടിക്കാതെ ഉണ്ട്. ഒത്തിരി ഒത്തിരി എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്നാ മുഖത്ത് വിരൽ വെച്ച് ഉള്ള കാര്യം അല്ല. കൃപാ വരപ്രാപ്തന്മാരൊത്തിരി ഉണ്ട്. ആട്ടെ, ചോദ്യം, ഫലമുള്ള തരണമുണ്ട്. എല്ലാരും വരക്കാരാ, ഫലമില്ല. നമുക്കറിയാം ആത്മാവിന്റെ ഫലം 5:22 പറയണ്ടെങ്കിലും ഒന്ന് വായിച്ചോ, ഉള്ളതാണെന്ന് അറിയിക്കാനാ വായിക്കുന്നത്. പെട്ടെന്ന് വായിരു, ചടയെന്ന് വായിരു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. 9 എണ്ണം അവിടെ. കൃപാ വരപ്രാപ്തന്മാരുണ്ട്, പക്ഷെ ഫലമില്ല. ആത്മാവിന്റെ ഫലം ഇവിടെ വായിക്കുന്നത് നിങ്ങൾ ഫലം കായ്ക്കണമെന്നാ, അങ്ങനല്ലേ വായിച്ചേ? എങ്ങനെ? 1:7. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും നിങ്ങൾ ഫലം കായ്ച്ചു വർദ്ധിച്ചു വരണം. അതാ അത്യാവശ്യം, ഫലം കായ്ക്കണം. ഞാൻ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ധാരാളം കൃപാവരപ്രാപ്തന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഫലമുള്ളവരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഫലത്തിലെ ഒന്നാമത്തെ ഫലം ആ സ്നേഹം. ലോക പ്രശസ്ത പ്രവാചകനാ സ്വന്തം അനിയനോട് മിണ്ടുകയല്ലോ.